വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം നമ്മുടെ US വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നെക്സ്റ്റ് ഡേ ആണ് ഞാനിവിടെ ലാൻഡ് ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ ഇവിടെ താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. കാനഡയിലും US നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഹോളിഡേ ആണ് താങ്ക്സ് ഗിവിംഗ് ഡേ. അപ്പോൾ ഇപ്പോൾ ഉച്ച സമയമായി ഞങ്ങൾ വേറൊരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. താങ്ക്സ് ഗിവിംഗ് ഡേക്ക് രാവിലെ പള്ളിയിലൊക്കെ പോയി ദൈവത്തോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് പിന്നെ രാവിലെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല കപ്പയും ബീഫൊക്കെ കഴിച്ചു. നാട്ടിൽ നിന്ന് പോകുന്ന ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന സാധനമായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ മറ്റൊരു റിലേറ്റീവിൻ്റെ അടുത്താണ് നമ്മുടെ ഇന്നത്തെ താങ്ക്സ് ഗിവിംഗ് ലഞ്ചുള്ളത്. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാനും പരിപാടിയൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് താങ്ക്സ് ഗിവിംഗ് ഉള്ളതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ കാനഡയിലും അമേരിക്കയിലൊക്കെയാണ് മെയിനായിട്ട് താങ്ക്സ് ഗിവിംഗ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. താങ്ക്സ് ഗിവിംഗ് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു നന്ദി സൂചകമായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പം US നവംബറിലെ ലാസ്റ്റത്തെ വ്യാഴാഴ്ചയാണ് താങ്ക്സ് ഗിവിംഗ് ആയിട്ട് ആഘോഷിക്കുന്നത്. പക്ഷേ കാനഡയിൽ ഒക്ടോബറിലെ രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ് താങ്ക്സ് ഗിവിംഗ് ആയിട്ട് ആഘോഷിക്കുന്നത്. ഇപ്പോൾ 1600-1700 കാലങ്ങൾ തൊട്ടേ ഇത് ആഘോഷിക്കാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. മെയിനായിട്ട് നമ്മളൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്നുള്ള രീതിക്കാണ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴൊക്കെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് നമ്മൾ ഒരു കൊല്ലം ദൈവം തന്ന ഇതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. കൂടാതെ നമ്മൾ പറയുന്ന പോലെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ, വിളവെടുപ്പ് ഉത്സവം എന്നുള്ളൊരു അർത്ഥം കൂടെ ഇതിന് കൊടുക്കുന്നു. അതുകൂടാതെ 2 കഥകളും കൂടെ ഇതിൻ്റെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ എപ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. 2 ലെക്സസ് ഒരുമിച്ച് കിടക്കുന്നു. അതിൽ നമ്മൾ അവർ ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തുകയാണ്. നല്ല പൂരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നാട്ടിൽ നിന്ന് പോകുന്ന കഴിഞ്ഞിട്ട് ഞാനിതുവരെ പൂരിയൊന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ നമുക്കിങ്ങനെ പൂരി ഇങ്ങനെ പരത്തിയ പൂരിയൊക്കെ കിട്ടും. അത് നേരെ ഇങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് സെറ്റാക്കി എടുത്താൽ മതി. കാനഡയിൽ നമുക്കങ്ങനെ റിലേറ്റീവ്സിൻ്റെ ഫാമിലി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും നമുക്കങ്ങനെ നമ്മൾ താങ്ക്സ് ഗിവിങ്ങിനൊന്നും ആരും വിളിക്കാറൊന്നുമില്ല. എല്ലാവരും ഇവിടെ കൂടുന്ന സമയമായതുകൊണ്ട് പിള്ളേരെല്ലാം ഓടിച്ചാടി നടക്കുന്നു. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. താങ്ക്സ് ഗിവിങ്ങിന് മെയിനായിട്ട് നമ്മൾ ടർക്കീനെയാണ് കഴിക്കുന്നത്. അതിന് 1-2 കാരണങ്ങളുണ്ട്. ഒന്നാം സമയത്ത് ടർക്കി മെയിൻലി എല്ലായിടത്തും അവൈലബിൾ ആയിരുന്നു പിന്നെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനം എന്നുള്ള അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പം കണ്ടത്. എനിക്കും അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ടർക്കിയുടെ കൂടെ മാഷ്ഡ് പൊട്ടറ്റോ, ഗ്രീൻ പീസ് കാസറോള്, ക്രാൻബെറി, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ കാസറോൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിൽ മുതിർന്നയാൾ ടർക്കീനെ മുറിച്ച് എല്ലാവർക്കും ചെറിയ കഷ്ണങ്ങളായിട്ട് കൊടുക്കും. അപ്പം നമ്മുടെ ഫുഡ് കിട്ടി. ഇതാണ് നമ്മൾ കഴിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പൂരിയും കാര്യങ്ങളൊക്കെ കഴിക്കാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ താങ്ക്സ് ഗിവിങ്ങിനെ കുറിച്ച് കുറേ കഥകളുണ്ടെങ്കിൽ മെയിനായിട്ട് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് പണ്ടിവിടെ ബ്രിട്ടീഷേഴ്സും അതിന് മുന്നേ തന്നെ ഫ്രഞ്ചുകാരൊക്കെ വന്ന സമയത്ത് ഇവിടുത്തെ കുറേ റെഡ് ഇന്ത്യൻസ് പറഞ്ഞ് ഇവിടുത്തെ ആൾക്കാരെ കൊന്നൊടുക്കി. അത് കഴിഞ്ഞ് അവർക്ക് ആ രാജ്യം കിട്ടിയതിനെ അവർ ദൈവത്തോട് നിന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിച്ചതെന്ന് പറയുന്നു. അതല്ല, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു, അതായത് ഇവിടുത്തെ ആൾക്കാരും യൂറോപ്യൻസ് ഒരുമിച്ചിരുന്നാണ് ആഘോഷിച്ചതെന്നും പറയുന്നു. എനിക്ക് ശരിക്കുള്ള കഥ ഒന്നും അറിയത്തില്ല. അതിനുശേഷം നമ്മൾ നേരെ ഒരു ഷോപ്പിംഗ് പരിപാടിയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം. വൈകിട്ടത്തെ ഡിന്നറൊക്കെ താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഡിന്നർ ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണ്. അപ്പം ഞങ്ങൾ അവിടെ അതൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം കൂടെ അങ്ങോട്ട് വന്ന് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഫ്ലോറിഡയിലാണ്. ഫ്ലോറിഡ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഹരിതാപവും പച്ചപ്പുമുള്ള അടിപൊളി സ്ഥലമാണ്. നല്ല അത്യാവശ്യം നമ്മുടെ നാട്ടിലെ പോലത്തെ കാലാവസ്ഥയാണ്. നല്ല മഴയൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് തോന്നുന്നു മൊത്തത്തിലൊരു ഹരിതാപവും പച്ചപ്പും ഒക്കെ ഞാൻ പറഞ്ഞ പോലെ. അപ്പം നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. എനിക്ക് വീടും പരിസരമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവർ സ്വന്തമായിട്ട് പണിയിപ്പിച്ച വീടാണ്. സാറിന് ഇവിടെ ആൾക്കാർ വീടൊക്കെ മേടിക്കാറൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് കാനഡയിലും US-ലൊക്കെ. പക്ഷേ ഇവർ വീട് സ്വന്തമായിട്ട് പണിയിപ്പിച്ചതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലെ വീടുകളിലേക്ക് ഒരു ലുക്കൊക്കെ അടിപൊളിയാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. സൈഡിൽ കാറിടാനുള്ള ഗ്യാരേജ് എന്ന് പറയുന്ന സംഭവം 3 കാറിന് ഇടാൻ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്. വാങ്ങി നമുക്ക് പതുക്കെ വീടിൻ്റെ കയറുന്ന നമുക്ക് ലിവിങ് ഏരിയ കാണാം. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കതിലും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു.
പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫ്ലോറിഡയിലാണിത്. ഫ്ലോറിഡ നല്ല കാലാവസ്ഥയുണ്ട്. എന്താണ് ചേച്ചി പുറത്ത് കുറേ കൃഷി നമ്മുടെ നാട്ടിലുള്ള സെയിം സംഭവങ്ങളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് ചേച്ചി ചേട്ടനൊക്കെ കൂടി. ഇത് നാരങ്ങ, പിന്നെ പുറത്ത് വേറൊരു സ്ഥലത്ത് നോക്കിയപ്പോൾ ഓറഞ്ച് മരമൊക്കെ നട്ട് അതിൽ ഓറഞ്ചൊക്കെ കഴിച്ച് നിൽക്കുന്നു. പിന്നെ ഫ്ലോറിഡയിൽ നന്നായിട്ട് ഓറഞ്ചൊക്കെ കഴിക്കും, ഓറഞ്ച് സ്റ്റേറ്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പിന്നെ മാവ്, പേരമരം 2 ഉണ്ട്. ഇപ്പോഴത്തെ പേരയ്ക്കൊന്നുമില്ല, ടൈം ആകുമ്പം പേരക്കൊക്കെ ഉണ്ടാകാറുള്ളതെന്നാണ് പറഞ്ഞത്. മാവൊക്കെയാണ്, ചെറിയ മാവാണെങ്കിൽ എല്ലാം ബഡ് ഇതൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കായ്ക്കുകയൊക്കെ ചെയ്യും. ഇത് വേറെന്തോ ഒരു മരം, എനിക്കെന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പുറത്തൊരു വീട്ട് ഇവിടുത്തെ US ഫ്ലാഗൊക്കെ പറന്ന് കളിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ പോരാത്തതിന് സപ്പോട്ടയാന്ന് തോന്നുന്നു, സപ്പോട്ടയുടെ മരം. കപ്പളമൊക്കെ ഉണ്ട്, കപ്പളം. പിന്നെ ഇത് ഞങ്ങളുടെ നാട്ടിൽ ആത്തമരം എന്നാണ് പറയുന്നത്, എങ്ങനെയാണ് എല്ലായിടത്തും പറയുന്നത്. കരിമ്പുണ്ട്, പിന്നെ പ്ലാവ്, 2 പ്ലാവ് ഉണ്ട്, ഒന്നിവിടെ, ഒന്ന് ഓപ്പോസിറ്റ് സൈഡിൽ. പിന്നെ അവിടെ കൃഷിയൊക്കെ ചെയ്യുന്ന വേറൊരു കുറേ ഏരിയയൊക്കെ ഉണ്ട്. മുരിങ്ങയൊക്കെ നട്ട് സെറ്റാക്കിയിട്ടുണ്ട്, പൂത്തൊക്കെ നിൽപ്പുണ്ട്. കായൊന്നും ആയിട്ടില്ല, പൂത്ത് നിൽപ്പുണ്ട്, കായാൻ പോകുന്നു. പിന്നെ ഫ്ലോറിഡയിൽ ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലേക്കൊക്കെ ഉണ്ട്. ഫ്ലോറിഡ മൊത്തത്തിൽ ഈ ഒരു മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് എല്ലായിടത്തും നോക്കിയാലും ചെറിയ പോണ്ടും ലേക്കൊക്കെയാണ്, അതും നല്ല ഭംഗിയാണ് കാണാനൊക്കെ. ഇവരുടെ വീടിൻ്റെ തൊട്ട് പുറകിലുള്ളൊരു ലേക്കാണ്. ലേക്കിലൊരു താറാവ് ഇങ്ങനെ കിടക്കുന്നു. അതേപോലെ വീടിൻ്റെ സൈഡിലും ഒരു ലേക്കുണ്ട്, അത് കുറച്ചുകൂടി ഒരു നല്ല, ഇതിൻ്റെ അത് ഫുള്ള് ആമ്പലോ എന്തോ സംഭവമൊക്കെയാണ്. പക്ഷേ സൈഡിലുള്ള ഈ ലേക്ക് അതിനേക്കാളും നല്ലതാണ്. ഞാൻ മറ്റേ ഗൂഗിൾ മാപ്പിൽ കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒർലാൻഡോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ, ഇവരുടെ സ്ഥലം ഒർലാൻഡോ ഒക്കെ അടിച്ചു കൊടുക്കുമ്പം ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, ആദ്യത്തെ വീഡിയോയിൽ എയർപോർട്ടിൻ്റെ അവിടെയൊക്കെ ഫുള്ള് പോണ്ടുകളാണ്. ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന എല്ലാം ഓരോ പോണ്ടുകളാണ്. മൊത്തത്തിൽ ഒർലാൻഡോ ഫ്ലോറിഡോ ഒക്കെ കുളങ്ങളും തടാകങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുക. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ കടലിലോട്ട് ഇറങ്ങി കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മഴയും കൂടുതൽ കിട്ടുന്നത്, അതുകൊണ്ടാണ് മൊത്തം വെള്ളത്തിൽ കിടക്കുന്നതെന്ന് തോന്നുന്നു. അതിനുശേഷമായിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ ഇവർക്കൊരു ടെസ്ല കാറുണ്ട്. അപ്പോൾ ടെസ്ല കണ്ടപ്പം തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ടെസ്ല ഓടിക്കണമെന്ന്. കാരണം നമ്മൾ കേട്ടിട്ടുള്ള ഇലോൺ മസ്ക് കുറേ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു കാറാണല്ലോ ഇത്. അപ്പോൾ ഞാനും ഓടിച്ചു ടെസ്ല. US വന്നിട്ട് ആദ്യമായിട്ട് ഓടിക്കുന്ന വണ്ടി ഏതായാലും ടെസ്ലയാണ്. നല്ല സ്മൂത്താണ് ഓടിക്കാൻ. എല്ലാം ഓട്ടോമാറ്റിക്കും, ഒരു നല്ല ശതമാനം എല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഫുള്ള് സെൻസറുകൾ മൊത്തം സെറ്റപ്പാണ്. എനിക്ക് ഈ വണ്ടികളെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷേ എനിക്ക് ഓടിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി വണ്ടിയാണ് ടെസ്ല. രാത്രിയിൽ ഓടിച്ചുകൊണ്ട് മുഖമൊന്നും കിട്ടിയില്ല, പക്ഷെ പകൽ ഓടിക്കുകയാണെങ്കിൽ കിട്ടിയാണ്. പക്ഷെ പകൽ എനിക്ക് ഓടിക്കാൻ ചെറിയൊരു ഭയമാണ്. കാരണം റോഡിലൊക്കെ നിറച്ച് വണ്ടിയാണ്. അപ്പോൾ നോക്കി കണ്ട് ഓടിച്ചില്ല എന്തെങ്കിലും തട്ടമുട്ടൊക്കെ ചെയ്താൽ സീനായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ രാത്രിയിൽ വണ്ടിയൊന്നും ഇല്ലാത്ത സമയം നോക്കി കുറച്ച് നേരം നമ്മൾ ടെസ്ലയിലൊരു ടെസ്റ്റ് ഡ്രൈവൊക്കെ നടത്തി. അങ്ങനെ കുറച്ച് നേരം ടെസ്ല ഓടിച്ച് ഇറങ്ങി നടന്ന് തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഇന്ന് കുറേ മോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് പറഞ്ഞാലും കറക്റ്റായിട്ട്, കാരണം വണ്ടികളെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. അപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ പുറത്തിറങ്ങുന്ന ടെസ്ലയുടെ ഒരു DJ ഷോ പോലെ, ലൈറ്റ് ഷോയോ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം ലൈറ്റൊക്കെ മിന്നിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ടെസ്ല എന്ന് പറഞ്ഞ് ഭിത്തിയിൽ എഴുതി കാണിക്കുന്നു. എല്ലാ വണ്ടിക്കും ഉണ്ടോയെന്ന് അറിയത്തില്ല ഞാൻ പറഞ്ഞ പോലെ, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. കണ്ട ഭിത്തിയിൽ ടെസ്ല എന്ന് ഞാൻ എഴുതി കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ ഡോറല്ല മറ്റേ ബൂട്ടൊക്കെ തന്നെ തുറക്കുന്നു. അത് കഴിഞ്ഞ് ഗ്ലാസ്സൊക്കെ തന്നെയും പൊങ്ങുകയും താഴുകയൊക്കെ ചെയ്യുന്നു. ഓരോ സെറ്റപ്പുകൾ, നമ്മൾ വണ്ടിയുടെ ഓരോരോ പരിപാടികൾ. എന്താണേലും കൊള്ളാം, ഇഷ്ടപ്പെട്ടു സംഭവം. അപ്പോൾ ടെസ്ല കാറിലൊക്കെ ഇറക്കുക കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ താങ്ക്സ് ഗിവിങ് ഡിന്നറിനുള്ള സമയമാണ്. ഡിന്നറാണ് മെയിൻ. താങ്ക്സ് ഗിവിങ് ഡിന്നറിനാണ് പണ്ടിറങ്ങിയത്. പക്ഷേ ഇപ്പം നമ്മൾ ലഞ്ചും ഡിന്നറും ഓരോരോ സ്ഥലങ്ങളിൽ അങ്ങനെ ആക്കിയെടുക്കും. അപ്പോൾ ഇവിടെയും സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ്. ടർക്കിയും പിന്നെ നമ്മൾ പറഞ്ഞ മാഷ് പൊട്ടറ്റയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നേരത്തേക്കാൾ നമ്മൾ കുറച്ചുകൂടി ആൾ കൂടുതലുണ്ട്. നേരത്തെ ഫോളോ ചെയ്ത അതേ മെത്തേഡൊക്കെ തന്നെയാണ്. വീട്ടിലെ മെയിനായിട്ടുള്ള ആൾ ടർക്കിനെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നു, എല്ലാവരും കഴിക്കുന്നു. ഇത് തന്നെ.
താങ്ക്സ് ഗിവിങ്ങിന് മെയിനായിട്ട് നമ്മൾ ഫുഡ് കഴിപ്പൊക്കെ തന്നെയാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത്. എന്താണെങ്കിലും വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. US വന്നിട്ട് US നമുക്ക് താങ്ക്സ് ഗിവിങ് കൂടെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ താങ്ക്സ് ഗിവിങ് ആണ്. കാരണം കാനഡയിൽ താങ്ക്സ് ഗിവിങ് ഉണ്ടെങ്കിലും നമ്മളങ്ങനെ ആഘോഷിക്കാറുന്നില്ല. ഞങ്ങൾ സ്റ്റുഡൻസൊക്കെ മാത്രം ഒരുമിച്ച് താമസിക്കുന്ന അവിടെ ഇപ്പം വലിയ ആഘോഷ പരിപാടികളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു ഫാമിലി ആയിട്ടുള്ളൊരു ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ഒരു ആഘോഷിക്കാൻ ഒരു നല്ലൊരു വൈബാണ്. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒത്തുകൂടിയിരുന്ന് വർത്താനമൊക്കെ പറയുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഒരു സെറ്റപ്പൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.